ഏത് വിധേനയും കോർപ്പറേഷൻ ഭരണം പിടിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് UDF. മുന്നണിയുടെ ഭാഗമായി ഇത്തവണ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്ന് NK പ്രേമചന്ദ്രൻ MP പറഞ്ഞു. ലീഗിന്റെ ഒരു സീറ്റിൽ പൊതു സ്ഥാനാർത്ഥിയെ മുന്നണി തീരുമാനിച്ചിട്ടുണ്ട്. വിജയസാധ്യത മാത്രം മാനദണ്ഡമാക്കിയാണ് ഇത്തവണത്തെ സ്ഥാനാർത്ഥി നിർണയമെന്നും NK പ്രേമചന്ദ്രൻ മീഡിയ വണിനോട് പറഞ്ഞു. പതിവ് തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി കൊല്ലത്തും UDF ആദ്യഘട്ടത്തിൽ തന്നെ വളരെ വേഗത്തിലാണ് സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ പ്രഖ്യാപിച്ച് ഒരുക്കങ്ങൾ നടത്തിയിരുന്നത്. ഇതിന് മുന്നോടിയായിട്ടൊരു കുറ്റവിചാരണ യാത്ര ഉൾപ്പെടെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. കൊല്ലം MPയുടെ നേതൃത്വത്തിലായിരുന്നു 4 ദിവസം നീണ്ടുനിന്ന ഒരു വലിയ ജാഥയും അതിനുശേഷം കുറ്റവിചാരണ ആ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. MP തന്നെ ചേരുകയാണ്. എനിക്ക് തോന്നുന്നു UDFന്റെ ചരിത്രത്തിൽ തന്നെ കൊല്ലത്ത് ഇത്രയും വിപുലമായ ഒരു ഒരുക്കം ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. ഒരു ഘട്ടത്തിൽ പോലും UDFന്റെ ചരിത്രത്തിൽ ഇത്രയും മുന്നൊരുക്കത്തോടു കൂടി ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പം ഞങ്ങൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നല്ല തയ്യാറെടുപ്പും ഗൃഹപാഠവും നടത്തിയിട്ടുണ്ട്. 56 ഡിവിഷനുകളുടെയും സാമൂഹ്യ ഘടനയെ സംബന്ധിച്ചും രാഷ്ട്രീയ പശ്ചാത്തലത്തെ സംബന്ധിച്ചും വിശദമായ ശാസ്ത്രീയമായ പരിശോധന നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും വിഭാഗത്തിൻ്റെയോ ഏതെങ്കിലും ഗ്രൂപ്പിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപിതമായ താല്പര്യത്തിൻ്റെയോ അടിസ്ഥാനത്തിലല്ല. സ്ഥാനാർത്ഥി നിർണയം പൊതു മാനദണ്ഡമാണ്. പൊതു മാനദണ്ഡം വിന്നബിലിറ്റി, വിജയസാധ്യതയുള്ളയാൾ സ്ഥാനാർത്ഥിയാകുക എന്നുള്ളതാണ് UDF പൊതുവായി ഒരു സമീപനം സ്വീകരിച്ചിട്ടുള്ളത്. പാർട്ടി ചിഹ്നങ്ങളല്ല സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ പോലും പ്രതീക്ഷിക്കാമെന്നാണ്. തീർച്ചയായിട്ടും ഒരു സ്ഥാനാർത്ഥി ഞങ്ങൾ ഇപ്പോൾ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അയത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. അത് ലീഗിൻ്റെ സിറ്റിംഗ് സീറ്റായിരുന്നു. ലീഗും കോൺഗ്രസും RSPയും എല്ലാം കൂടി സഹകരിച്ചുകൊണ്ട് ആ സീറ്റ് ഒരു പൊതു സ്ഥാനാർത്ഥിയെ നിർത്തി ലീഗിൻ്റെ അക്കൗണ്ടിൽ തന്നെ സീറ്റ് നിലനിർത്തിക്കൊണ്ട് തന്നെ UDFന്റെ പൊതു സ്ഥാനാർത്ഥി എന്ന നിലയിൽ മികവാർന്നൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തി നിർത്തിയിട്ടുണ്ട്. RSPയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിലവിൽ 4 കൗൺസിലർമാരാണുള്ളത്. 11 സീറ്റുകളിൽ മത്സരിക്കുന്നു. അത് ഉയരുമെന്ന് തന്നെയാണ് ഉറച്ച വിശ്വാസം. ഉറപ്പായിട്ടും 9-ൽ കുറയാത്ത സീറ്റ് വാങ്ങി ഞങ്ങൾ പ്രാവശ്യം ജയിക്കും. RSPയെ സംബന്ധിച്ച് കോൺഗ്രസിനും അതുപോലെ മുന്നേറ്റം ഉണ്ടാകും. ലീഗിന് അക്കൗണ്ട് ഉണ്ടായിരുന്നില്ല, ലീഗും നല്ലതുപോലെ മുന്നേറ്റം ഉണ്ടാകും. ഞങ്ങൾ പറഞ്ഞില്ലേ, മിനിമം ഞാൻ നിങ്ങൾ പറഞ്ഞ അതിശയോക്തിപരമായി പറയുന്നതല്ല, ഒരു സിമ്പിൾ മെജോറിറ്റി എന്തായാലും കിട്ടും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഒരു കാര്യം, ഈ യാത്രയിൽ അങ്ങ് ഉയർത്തിയ ഒരു ടാഗ് ലൈനാണ് ഇപ്പോൾ പോസ്റ്ററുകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത്. അതായത് ഞങ്ങൾ ഇത്രയും വ്യാപകമായ ക്രമക്കേട്, അഴിമതി, ഇപ്പോൾ കൊല്ലം ഫെസ്റ്റുമായി ബന്ധപ്പെട്ട് നടന്ന കറപ്ഷൻ, മാലിന്യ സംസ്കരണ പ്ലാന്റിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടന്ന കറപ്ഷൻ, ഒരു അക്കൗണ്ടബിലിറ്റിയും ഇല്ല. ക്രിമറ്റോറിയം, ഇത് ആരാ അക്കൗണ്ടബിൾ? ഈ ടൗൺ ഹാള്, ഇതെല്ലാം പാഴ്ചെലവായി മാറി നമ്മുടെ നഗരത്തിൻ്റെ ജനങ്ങൾക്ക് അവകാശപ്പെട്ട പണം പാഴ്വാക്കായാലും പാഴ്വ്യയം നടത്തിയതിനു ശേഷം ഒരു ഉത്തരവാദിത്വവും ആരുടെ പേരിലും ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇല്ലം കട്ടവരെ കൊല്ലത്തിന് വേണ്ട എന്നൊരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. ജനങ്ങൾ അതിനോട് അനുകൂലമായി പ്രതികരിക്കുന്നുണ്ട്. മുന്നണി ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. ലക്ഷ്യം മറ്റൊന്നുമല്ല, കൊല്ലം കോർപ്പറേഷനിൽ ഇത്തവണ അധികാരത്തിൽ വരിക എന്നുള്ള ലക്ഷ്യം കൊണ്ട് തന്നെയാണ് മുതിർന്ന നേതാക്കൾ തന്നെ നേരിട്ട് ഇക്കാര്യത്തിന് ചുക്കാൻ പിടിക്കുകയും ചെയ്യുന്നത്. കൊല്ലത്ത് നിന്ന് ലിജോ റോളൻസ്, മീഡിയ 1.